ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച തീയതി 1947 ഓഗസ്റ്റ് 15 തന്നെ ആയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അത് ഒരു ജൂലൈ 22 ഓഗസ്റ്റ് 5 ഒന്നുമായില്ല? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 15 തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതിയായി തിരഞ്ഞെടുത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിക്കുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ലാരി കൊളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എന്ന രണ്ടുപേരും വിദേശീയരാണ്. ഇവർ എഴുതിയ പുസ്തകം. ഈ ചോദ്യം എന്നോട് ആദ്യമായി ചോദിക്കുന്നതും എന്റെ മെന്ററായിരുന്ന കണ്ണൻ സിദ്ധാർത്ഥ് സാറാണ്. എനിക്കതിന് ഉത്തരം കൊടുക്കാനായില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ചരിത്രം പഠിച്ചിട്ടും ഇത് അറിയില്ലേ എന്ന് പറഞ്ഞ് എന്നെ വിമർശിക്കുന്നതും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പുസ്തകം വായിക്കുന്നതും. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ച പുസ്തകമാണിത്. 10 വർഷങ്ങൾക്ക് മേലെയായി എന്നാണ് ഓർമ്മ. 10 വർഷങ്ങൾക്ക് മുമ്പേ വായിച്ചതാണെങ്കിലും ആ വായനാനുഭവം അത്രയും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ചരിത്രം പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഞാനിതിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. ഈ പുസ്തകത്തിന്റെ നമ്മള് ചരിത്രം പഠിക്കുന്ന ഒരു രീതിയുണ്ട്. പലപ്പോഴും ചരിത്രം പഠിക്കുന്നത് വിരസമായിട്ടുള്ള ഒരു സംഭവമായിട്ട് വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മനുഷ്യർ അവർ ഏതിലൊക്കെയാണ് കടന്നുപോയത്, അവർ ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതേപോലെ വായനക്കാരനും അനുഭവവേദ്യമാവുന്നത് പോലെ ഒരു ചരിത്രത്തിൽ പറഞ്ഞു പോകുന്ന ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നോവൽ പോലെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം തകർന്നടിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തകർച്ചയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. എപ്പോഴും ചില വാദങ്ങൾ പറയാറുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും സംശയിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉണ്ടായ തകർച്ചയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള കാരണമെന്ന്. ആ ഒരു വാദത്തിനെ പറ്റിയിട്ട് ഈ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, ഏഷ്യയുടെ ഭാവിയെ പ്രതിനിധാനം ചെയ്യുന്നത് അവരാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ തനിക്ക് ഇടപെടേണ്ടി വരുന്ന ദേശീയ പ്രസ്ഥാനം ഏഷ്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതും അസാധാരണവുമാണ്. 4 നൂറ്റാണ്ടുകാലത്തെ ആവേശഭരിതമായ പ്രക്ഷോഭവും പ്രതിഷേധവും വഴി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ കൊണ്ട് ആറ്റ്ലിയുടെ പാർട്ടി ചെന്നെത്തിയ തീരുമാനമെടുപ്പിക്കാൻ അതിന്റെ നേതൃത്വത്തിനു കഴിഞ്ഞു. സമയം വൈകാതെ ബ്രിട്ടൻ ഇന്ത്യ വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ സമ്മർദ്ദവും സായുധ കലാപവും വഴി അവർ പുറന്തള്ളപ്പെടും. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ എത്രമാത്രം പ്രസക്തമാണ് എന്നും അന്ന് അവർ സഹിച്ച ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനയുടെ കീഴിൽ നമ്മെ പ്രാപ്തരാക്കിയത് എന്നുമുള്ള ബോധം ഉണ്ടാവുമ്പോൾ ഒരു പൗരന് രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് സാധാരണ ചെയ്യുക. നമുക്കറിയാം, സ്വാർത്ഥരായ തമ്മിലടിപ്പിക്കുന്ന ഒരു ജനത അധിനിവേശങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും പിന്നീട് അധിനിവേശങ്ങൾ നടത്തുന്ന ചൂഷണത്തിനെതിരായി അവരിൽ ഒരു നാഷണൽ സ്പിരിറ്റ് വരികയും അത് അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രത്തിന്റെ കഥ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാനാവും. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കഥയിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. നാം ചരിത്രം പഠിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതൊക്കെ തെറ്റുകളാണ് ചരിത്രത്തെ വലിയ ദുരന്തങ്ങളിലേക്ക് തള്ളിയിട്ടത്, ഏതൊക്കെ ശരികളാണ് ആ ദുരന്തങ്ങളിൽ നിന്ന് തിരിച്ചുവരാൻ മനുഷ്യനെ സഹായിച്ചത്, ഏതൊക്കെ വീക്ഷണങ്ങളാണ് മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത്, ഈ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഉത്തമമായ ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കാനുള്ള കടമ ഓരോ പൗരനുമുണ്ട്. അല്ലെങ്കിൽ വീണ്ടും അധിനിവേശങ്ങൾക്ക് അത് വഴിയൊരുക്കും. നമ്മൾ വായിച്ചത് മാത്രമാണോ ചരിത്രം, അതോ അത് ചിലരുടെ കാഴ്ചപ്പാടുകളായിരുന്നു, അതിന് ഇനിയും അപഗ്രഥിക്കാനുണ്ടോ എന്നൊക്കെയുള്ള വീക്ഷണ കോണിൽ വായിച്ചെടുക്കാൻ ഈ പുസ്തകം തീർച്ചയായിട്ടും സഹായിക്കും. ഈ പുസ്തകത്തെ പറ്റി വിമർശനങ്ങളും ഒരുപാടുണ്ട്. ഒന്ന്, പാശ്ചാത്യരോട് കൂടുതൽ വിധേയത്വം പുലർത്തിയാണ്, അവരുടെ ശരികൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ പല നേതാക്കളുടെയും അവരുടെ മികവും അവരുടെ പ്രവർത്തനവും അവരുടെ കോൺട്രിബ്യൂഷനൊന്നും വേണ്ട രീതിയിൽ ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലെ പല ക്രെഡിബിലിറ്റി കുറിച്ചും ക്വസ്റ്റ്യൻ ഉണ്ട്. ആ വിമർശനങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചാലും അതൊരു നല്ല അനുഭവം തന്നെയാണ്.
ഈ പുസ്തകത്തിന്റെ ഓരോ ഭാഗത്തെക്കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെറിയ വായനാനുഭവങ്ങളായിട്ട് പറയാനാണ് ആഗ്രഹം. എങ്ങനെയായാലും ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒരു വ്യത്യസ്തമായ ഒരു നോവൽ വായിക്കുന്നത് പോലെ ചരിത്രത്തെ മനസ്സിലാക്കണമെന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. താങ്ക് യു.